അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഇന്ന് പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 10ാമത്തെ രാവ് അഥവാ പെരുന്നാൾ രാവാണ്. അറഫയുടെ പകൽ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇന്നത്തെ മഗ്‌രിബോട് കൂടി പ്രവേശിക്കുന്നത് പെരുന്നാൾ രാവിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിനത്തിലാവാം. അപ്പോൾ പരിപാവനമായ ഈ സമയത്തൊക്കെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട അമൽ അത് തക്ബീറാണ്. തക്ബീർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് പ്രാവശ്യം പറയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപെരുന്നാൾ രാവിലും അതുപോലെ പകലിലുമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് തക്ബീറാണ്. ചെറിയ പെരുന്നാളിൽ റമദാൻ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പിൻ്റെ ആ ഒരു സമയത്ത് നിലാവ് കണ്ടാൽ ആ ടൈം മുതൽ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ഖത്തീബ് ഖുതുബ ഓതാൻ മിമ്പറിലേക്ക് കയറുന്നത് വരെയാണ് ചെറിയ പെരുന്നാൾ ദിവസത്തിൽ തക്ബീർ ചൊല്ലേണ്ട സമയം. എന്നാൽ ബലിപെരുന്നാളിൽ ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10, 11, 12, 13 ഈ 5 ദിവസങ്ങളിലും പ്രത്യേകം സുന്നത്താണ് തക്ബീർ പറയൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും തക്ബീറിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ പറയുന്ന തക്ബീർ, ആ പറയുന്ന തക്ബീർ പറയൽ കൊണ്ട് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, മഹത്വങ്ങളുണ്ടോ, ശ്രേഷ്ഠതയുണ്ടോ, അത് മുഴുവനും അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തക്ബീർ പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഈ തക്ബീർ പറയുന്നത്, എന്താണ് ഈ തക്ബീർ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കൽ പ്രത്യേകം നല്ലതാണ്. ഒന്നാമതായി ഞാൻ പറയട്ടെ, അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ വിളംബരം ചെയ്യുന്ന ഏറ്റവും വലിയൊരു വചനമാണ് തക്ബീർ. പിന്നെയോ രണ്ടാമതായി ധർമ്മസമരങ്ങളിലെ വിപ്ലവ വാക്യമാണ് തക്ബീർ. തക്ബീർ ഇല്ലാത്ത ഒരു ബാങ്കുവിളിയുമില്ല, അല്ലേ? തക്ബീർ തുടങ്ങിയിട്ടാണ്, തക്ബീർ കൊണ്ടാണ് ബാങ്ക് തുടങ്ങുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ബാങ്കും തുടങ്ങുന്നത്. അതുപോലെ ഇക്കാമത്തിനും തക്ബീറുണ്ട്. നിസ്കാരം തുടങ്ങുന്ന തക്ബീർ കൊണ്ടാണ്. നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ തക്ബീർ പറയുന്നുണ്ട്. പരിശുദ്ധമായ നോമ്പ് അവസാനിച്ചാൽ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൊക്കെ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. പെരുന്നാൾ ദിവസങ്ങളിൽ തക്ബീർ പറയൽ, പെരുന്നാളിൻ്റെ ഖുതുബയിൽ തക്ബീർ പറയൽ സുന്നത്താണ്. ബലിമൃഗത്തെ കാണുമ്പോൾ തക്ബീർ
തക്ബീർ പറയൽ സുന്നത്താണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ 4 വാക്കുകളുണ്ട്. ആ 4 വാക്കുകളിൽ പ്രധാനപ്പെട്ടത് തക്ബീറാണ്. സ്വർഗത്തിലുള്ള ഒരു വിളംബരം, സ്വർഗത്തിലെ അനൗൺസ്മെന്റ് ആണ് തക്ബീർ എന്ന് പറഞ്ഞാൽ. ഞാൻ നിസ്സാരനാണ്, എൻ്റെ റബ്ബാണ് ഏറ്റവും ഉന്നതൻ എന്ന് ഒരു അടിമ സമ്മതിക്കുന്ന വാക്കാണ് തക്ബീർ. യാത്ര പുറപ്പെടുന്ന സമയത്ത് തക്ബീർ പറയൽ സുന്നത്താണ്. ഉറങ്ങുന്ന സമയത്ത് തക്ബീർ പറയൽ സുന്നത്താണ്. മാസപ്പിറവി കാണുമ്പോൾ തക്ബീർ പറയൽ സുന്നത്താണ്. ഒരു സന്തോഷ വാർത്ത കേട്ടാൽ പറയൽ സുന്നത്താണ് തക്ബീർ. തക്ബീറിൻ്റെ 15 പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് തക്ബീർ ചൊല്ലിയാലോ? ഇത് ഉസ്താദെ ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഒരു കുഴപ്പമില്ല. ഉദു ഇല്ല, ഒരു കുഴപ്പമില്ല. ഉദു വേണമെന്നില്ല, ഏത് സമയത്തും പറയാൻ പറ്റിയ ദിക്റാണ് തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله
أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله
الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد. പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ദിനങ്ങളും രാവുകളുമൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ള എന്നാൽ പ്രതിഫലം ഒരുപാട് കിട്ടുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് സന്ദേശം കൈമാറുക, പെരുന്നാളിൻ്റെ ആശംസകൾ പറയുക. എല്ലാവരും ഇപ്പോൾ സ്റ്റിക്കർ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ് വിടാറുണ്ട്. ആ വിടുന്ന സമയത്ത് നല്ലൊരു നീയത്ത് വേണം. എന്താണ് ഇത്? പെരുന്നാളിൻ്റെ ഒരു ആശംസ ഞാൻ നേരുകയാണ് എന്ന് മനസ്സിലൊരു നീയത്ത് വേണം. അതോടൊപ്പം തന്നെ ഈദ് മുബാറക്ക് എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം അതെന്താണ്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ എന്ന് പറയലാണ്. ഇതാണ് പെരുന്നാൾ ആശംസ. കൃത്യമായി പറഞ്ഞാൽ കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അതായത് ഇനിയുള്ള എല്ലാ കാലത്തും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ബറക്കത്തും എല്ലാവിധ റഹ്മത്തും സന്തോഷവും കാരുണ്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വാലിഹായ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് ആ ആശംസാവാചകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈദ് മുബാറക്ക് പറയാം, അത് അയച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതിപ്പോൾ നമുക്കിത് മൊത്തവും കിട്ടുന്നില്ല എങ്കിലും എന്താണ്, ഒന്ന് വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാലും ആ വലിയ പുണ്യം നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ആരും മറന്നു പോവേണ്ട. നമുക്ക് ആ പെരുന്നാൾ ആശംസകളൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്ന് പറഞ്ഞ് കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. കുല്ലു ആം വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അപ്പോൾ ഇതാണ് പെരുന്നാൾ ആശംസയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നിരവധി പേരെ ദുആരക്കാൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. പെരുന്നാൾ രാവിലും അതുപോലെ പെരുന്നാളിൻ്റെ ദിവസത്തിലും മറ്റുമൊക്കെയായി ഏറ്റവും കൂടുതൽ പറയൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള എത്രത്തോളം അഹബ്ബുൽ കലാമി ഇലല്ലാ, അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബഅദൽ ഖുർആൻ, ഖുർആനിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റും പെരുന്നാളിൻ്റെ രാവിലും പകലിലും പ്രത്യേകിച്ച് പെരുന്നാൾ നിസ്കാരത്തിലും ഒക്കെയായി നമുക്ക് പറയൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ർ പറയൂലേ, ഈ 4 ദിക്ർ, ഈ 4 ദിക്റും ചേർത്തിട്ട് നമ്മൾ ഒന്നിച്ച് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4 ദിക്റും ഒന്നിച്ച് പറയുന്ന അത് പുണ്യമുള്ള ഒരു തസ്ബീഹാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി പറയുക. ഇത് പറയുന്ന സമയത്ത് എന്തെല്ലാം നമ്മുടെ മനസ്സിൽ ആവശ്യങ്ങളുണ്ടോ, മുറാദുകളുണ്ടോ, അള്ളാഹു എല്ലാം നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ. ഒന്നിച്ചു പറഞ്ഞോളി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു
ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ, കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുത്തു തരുമെന്ന് പറയപ്പെട്ട, മാത്രമല്ല ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം പോലോത്തൊരു പുണ്യം കിട്ടുമെന്ന് ഹദീസിൽ കണ്ട അതിപ്രധാനപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകളിൽ പ്രധാനമായ ഒന്ന് ആയ ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരടിമ സാക്ഷ്യം വഹിക്കുന്ന ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അള്ളാഹ് നമുക്കതെല്ലാവർക്കും ഒന്നിച്ചു പറയാം. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير.
അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ തക്ബീർ, പിന്നെ ദിക്റുകൾ, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ അതെല്ലാം അല്ലാഹു വേഗത്തിൽ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. തക്ബീർ പറയുമ്പോൾ ഒരുപാട് നേട്ടമുണ്ട്, മറ്റ് ദിക്റുകൾ പറയുമ്പോൾ നേട്ടമുണ്ട്. എല്ലാ നേട്ടങ്ങളും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നിരവധി പേരെ ദുആരക്കാൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടരും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ തസ്ബീഹും ഞങ്ങളുടെ തക്ബീറും എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട പെരുന്നാൾ സുദിനങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത്. റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പെരുന്നാൾ നിസ്കാരത്തെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉദ്ഹിയ്യത്ത് കർമ്മങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റുകൾ, തസ്ബീഹുകൾ, ഞങ്ങളുടെ സുന്നത്തായ നോമ്പുകൾ, അതുപോലെ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്വതകകൾ കൊടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാത്തിൻ്റെയും പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ പ്രതിനിധികളായി നിന്റെ അതിഥികളായി വന്നിട്ടുള്ള ഹാജിമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും നീ മഖ്ബൂലും മബ്റൂറുമായി ഖബൂലാക്കണേ അല്ലാ. താമസിയാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. മുത്തായ റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ, അവിടെ ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന സലാത്തും സലാമും പറയാൻ ഈ പാപികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാർ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. റഹ്മാനെ, നിരവധി പേരാണ് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്നത്. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അവരുടെ എല്ലാ ബുദ്ധിമുട്ടും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ അസുഖങ്ങൾ തന്ന നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരുപാട് ദുഃഖങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടങ്ങൾ നീ മാറ്റിത്തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അവർക്ക് നീ ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനെ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ റഹ്മാനെ, അല്ലാഹുവേ, വീടും സ്ഥലവും വിറ്റുപോവാൻ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അവരുടെ ആ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളെ പെരുന്നാളിന്റെ സുദിനങ്ങളിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉദ്ഹിയ്യത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മറ്റു സ്വലാത്ത്, ദിക്ർ, ഔറാദുകൾ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന നിരവധി ഉമ്മമാരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അവരൊക്കെ പഠിക്കുകയാണ് റബ്ബേ, അവർക്ക് ഉന്നതമായ പഠനത്തിൽ മികവ് കൊടുക്കണേ റഹ്മാനെ. പരീക്ഷകളിൽ, എക്സാമുകളിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് പേര് പ്രവാസികൾ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നീ സമാധാനം വർഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുൽഹിജ്ജ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഖൈറിന്റെ സലാമത്തിന്റെ മാസമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു വർഷം കടന്നു പോവുകയാണ്. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങളെ, സങ്കടങ്ങൾ നീ മാറ്റി തരണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക
برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله അല്ലാഹു തആല നമ്മുടെ ഈ പെരുന്നാളിന്റെ ഈ ഒരു സമയത്തുള്ള ഈ ഒരു സദസ്സ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.